കീം അല്ലെങ്കിൽ നീറ്റ് പരീക്ഷകളിൽ ഉയർന്ന സ്കോർ നേടുവാൻ എന്തു ചെയ്യണം? വർഷം മുഴുവൻ ക്ലാസ് മുറികളിലിരുന്ന് പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ട് വല്ല പ്രയോജനവുമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവർ നിങ്ങളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷകളിൽ ഉയർന്ന സ്കോർ നേടുവാൻ പരീക്ഷകൾ തന്നെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഇതാണ് ടെക്നോ കോളേജ് ഓഫ് ടെക്നോളജിയുടെ രീതി. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കീം ആൻഡ് നീറ്റ് പരീക്ഷകളിൽ ഉയർന്ന വിജയശതമാനം നേടിക്കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ടെക്നോ കോളേജിൽ നിങ്ങൾ ചെയ്യുന്നത് വീണ്ടും വീണ്ടും റിയൽ ലൈഫ് മോക്ക് ടെസ്റ്റുകൾ കുറഞ്ഞ ചെലവിൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മാസം മുഴുവൻ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുവാൻ വെറും 100 രൂപയുടെ ചെലവ് മാത്രമേ വരുന്നുള്ളൂ. ഓരോ ടെസ്റ്റും ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടിനോടൊപ്പം നിങ്ങൾക്ക് വീക്ക് പോയിന്റുകൾ വിശദീകരിക്കുന്ന ഒരു ഫുൾ റിപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കും. കീം ആൻഡ് നീറ്റ് പരീക്ഷകളിൽ ഉയർന്ന വിജയശതമാനത്തോടെ പാസ്സായി ജീവിതം സെറ്റാക്കുവാൻ ഇന്ന് തന്നെ ഓൺലൈൻ കോളേജായ ടെക്നോ കോളേജിൻ്റെ വെബ്സൈറ്റ് www.technocollege.in വെബ്സൈറ്റ് സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്യൂ. ജീവിതം സെറ്റാക്കൂ. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലേക്കാണ്. നേഴ്സിംഗ് ട്യൂറ്ററായിട്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ANM അല്ലെങ്കിൽ BSc നേഴ്സിംഗ് പഠിച്ച് പാസ്സായവരായിരിക്കണം. 25,000 രൂപ വരെ സാലറി ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പടപ്പറമ്പിലേക്കാണ്. ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. 10,000 രൂപയായിരിക്കും സാലറി ആയിട്ടുണ്ടാവുക. രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ ടൗണിലേക്ക് ഒരു സ്റ്റാഫ് കോഓർഡിനേറ്റർ ആയിട്ടൊരു വേക്കൻസി ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പാസ്സായ ആളായിരിക്കണം. മിനിമം 6 മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി 12,000 രൂപ വരെയായിരിക്കും. രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 5:30 വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് ടെലികോളർ ആയിട്ട് ഒരാളെ ആവശ്യമുണ്ട്. സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫീമെയിൽസിനെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. 1 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അതേപോലെ പെരിന്തൽമണ്ണ ടൗണിലേക്ക് ഫാക്കൽറ്റി ഇൻ ഒപ്റ്റോമെട്രി പോസ്റ്റിലേക്ക് BSc അതേപോലെ തന്നെ MSc പഠിച്ച് പാസ്സായവരെ ആവശ്യമുണ്ട്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. മലപ്പുറം ടൗണിലേക്ക് ലാബ് ടെക്നീഷ്യനായിട്ട് MSc അല്ലെങ്കിൽ MLT അല്ലെങ്കിൽ MSc മൈക്രോ ബയോളജിയിൽ പാസ്സായവരെ ആവശ്യമുണ്ട്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുന്നത്. അടുത്ത വേക്കൻസി വരുന്നത് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലേക്കാണ്. കോഴിക്കോട് കണ്ണൂർ ജില്ലയിലേക്ക് സീനിയർ ഓഫീസർ വാറന്റി പോസ്റ്റിലേക്കും CRE സർവീസ് പോസ്റ്റിലേക്കും സർവീസ് അഡ്വൈസർ പോസ്റ്റിലേക്കും സർവീസ് അഡ്വൈസർ ബോഡി ഷോപ്പ് പോസ്റ്റിലേക്കും സെയിൽസ് കൺസൾട്ടന്റ് പോസ്റ്റിലേക്കും ടെക്നീഷ്യന്മാരെയും ആവശ്യമുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സീനിയർ ഓഫീസർ വാറന്റി പോസ്റ്റിലേക്ക് മിനിമം 5 വർഷത്തെ വാറന്റി എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഓഫീസർ ഇൻ എനി ഓട്ടോമൊബൈൽ ഡീലർഷിപ്പിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം. അതേപോലെ തന്നെ CRE സർവീസിലേക്ക് 2 പേരെയാണ് ആവശ്യം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് കസ്റ്റമർ റിലേഷൻസിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റിയിൽ ഉണ്ടായിരിക്കണം. സർവീസ് അഡ്വൈസറായിട്ട് മിനിമം 2 പേരെയാണ് ആവശ്യം. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓട്ടോമൊബൈൽ ഡീലർഷിപ്പിൽ അഡ്വൈസറായിട്ട് 2 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സർവീസ് അഡ്വൈസർ ബോഡി ഷോപ്പ് പോസ്റ്റിലേക്ക് ഒരാളെയാണ് ആവശ്യം. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് സെയിം പോസ്റ്റിൽ ഉണ്ടായിരിക്കണം. സെയിൽസ് കൺസൾട്ടൻ്റ് ആയിട്ട് മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് ആവശ്യം. ഓട്ടോമൊബൈൽ സെയിൽസിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 4 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് 4 പേരെയാണ് ആവശ്യം. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് 4 വീലർ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും വേക്കൻസികളാണുള്ളത്. ഇതാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ്. സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അവരുടെ ഓഫീസിൽ വെച്ചിട്ടായിരിക്കും, കോഴിക്കോട് വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 83 04 92 80 62 എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക.
അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമുക്ക് തലപ്പാറ ഭാഗത്തേക്കാണ്. തലപ്പാറയിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ, കസ്റ്റമർ റിലേഷൻസ് എക്സിക്യൂട്ടീവ്, അഡ്മിൻ ഓർ റിസപ്ഷനിസ്റ്റ്, അഡ്മിൻ അസിസ്റ്റന്റ്, HR അഡ്മിൻ, ലോജിസ്റ്റിക്സ് അസിസ്റ്റന്റ്, പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ ഓഫീസർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് 3 പേരെയാണ് ആവശ്യം. കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവായിട്ട് 3 പേരെയാണ് ആവശ്യം. ഈ ഒരു വേക്കൻസിയിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെയാണ് പരിഗണിക്കുന്നത്. ബാക്കി എല്ലാ വേക്കൻസികളിലേക്കും അഡ്മിൻ, റിസപ്ഷനിസ്റ്റ്, അഡ്മിൻ അസിസ്റ്റന്റ്, HR അഡ്മിൻ, ലോജിസ്റ്റിക്സ് അസിസ്റ്റന്റ്, പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ ഓഫീസർ എന്നീ എല്ലാ പോസ്റ്റുകളിലേക്കും യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ എല്ലാ പോസ്റ്റുകളിലേക്കും പരിഗണിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മികച്ച സാലറി ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ പോസ്റ്റുകളിലൊക്കെ പരിഗണിക്കുകയുള്ളൂ. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.